കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം, ഞാൻ അഡ്വക്കേറ്റ് ഷാജഹാൻ, ആക്സസ് കോൺഷ്യസ്നെസ്സിന്റെ ഇന്റർനാഷണൽ ഫെസിലിറ്റേറ്ററാണ്. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് സാമൂഹിക അവബോധത്തെ പറ്റിയാണ്. സോഷ്യൽ കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇടയിൽ നമുക്കെല്ലാവരും നാം പൊതുവെ ധരിച്ചു വെച്ചിരിക്കുന്നത് നമുക്ക് രണ്ട് മനസ്സുണ്ടെന്നാണ്, ബോധ മനസ്സും ഉപബോധ മനസ്സും. എന്നാൽ പല സൈക്കാട്രിസ്റ്റുകളും ഇപ്പോൾ സാമൂഹിക അവബോധത്തെക്കുറിച്ച് കൂടി ഡിസ്കസ് ചെയ്യാറുണ്ട്. എന്താണ് സോഷ്യൽ കോൺഷ്യസ്നസ് അഥവാ സാമൂഹിക അവബോധം? ഈ സാമൂഹിക അവബോധം എന്ന് പറഞ്ഞാൽ നമ്മളെക്കുറിച്ചുണ്ടാകുന്ന ബോധത്തിനപ്പുറത്തേക്ക്, യാഥാർത്ഥ്യത്തിനപ്പുറത്തേക്ക് നാം ജീവിക്കുന്ന ചുറ്റുപാടിനനുസരിച്ചുണ്ടാകുന്ന ഒരു ബോധത്തെയാണ് സോഷ്യൽ കോൺഷ്യസ്നസ് എന്ന് പറയുന്നത്. പല ആളുകളും, നമ്മൾ തന്നെ മനസ്സിലാക്കിക്കോളൂ, കുട്ടികൾ 10ാം ക്ലാസ്സിൽ പഠിച്ച് പരീക്ഷ കഴിയുന്നതിന് മുമ്പേ അടുത്ത നമ്മുടെ ചുറ്റുപാട് ചോദിക്കും, നീ 10ാം ക്ലാസ്സിൽ ജയിച്ചോ എന്ന് ചോദിക്കും. 10ാം ക്ലാസ്സിൽ ജയിച്ചു കഴിഞ്ഞാൽ ചോദിക്കും, നിനക്ക് അഡ്മിഷൻ കിട്ടിയില്ലയോ എന്ന് ചോദിക്കും. അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ചോദിക്കും, അടുത്ത ചോദ്യം +2 പാസ്സായില്ലയോ എന്നാണ്. +2 പാസ്സായി കഴിയുമ്പോൾ അടുത്ത ചോദ്യം ഡിഗ്രിക്ക് അഡ്മിഷൻ കിട്ടിയില്ലയോ എന്ന് ചോദിക്കും. ഡിഗ്രിക്ക് അഡ്മിഷൻ കിട്ടിയാൽ പിന്നെ അടുത്ത ചോദ്യം നിനക്ക് മറ്റൊരു ജോലിയൊന്നും ശരിയായില്ലയോ എന്നാണ്. അതേപോലെ തന്നെ ജോലി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത ചോദ്യം വരുന്നത് നിനക്ക് കല്യാണമൊന്നും ആയില്ലയോ എന്നാണ്. കല്യാണം എല്ലാം ഇങ്ങനെ ആരെങ്കിലും എവിടുന്നെങ്കിലും ടെൻഷൻ അടിച്ചുകൊണ്ട് കല്യാണത്തെക്കുറിച്ച് ആലോചിച്ച് ആളുകൾ പുകയുകയാണ്. കല്യാണം കഴിയുമ്പോഴത്തേക്കും അടുത്ത ചോദ്യം വരികയാണ്, നിങ്ങൾക്ക് മക്കളുണ്ടായില്ലേ എന്നാണ്. ഇങ്ങനെ നമ്മുടെ ചുറ്റുപാട് നമ്മളെ ബോധപൂർവമായി നമ്മളെ ഒരു പ്രത്യേക മാനസിക അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുന്നതിനെയാണ് സാമൂഹിക അവബോധം എന്ന് പറയുന്നത്. പല ആളുകളും ഈ സാമൂഹിക അവബോധത്തിൽ അടിപ്പെട്ടുകൊണ്ട് ജീവിതം തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ ജീവിക്കുന്ന ഒട്ടനവധി ആളുകളുണ്ട്. നമ്മുടെ ബോധത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ യാഥാർത്ഥ്യങ്ങൾ ശരിയായ കാര്യങ്ങളെ സംബന്ധിച്ച് നമ്മുടെ ഉൾമനസ്സ് നൽകുന്ന ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ, യാഥാർത്ഥ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുകയാണെങ്കിൽ ഉറപ്പായും ഈ ചുറ്റുപാടുകളിൽ നിന്നുണ്ടാകുന്ന എല്ലാ സമ്മർദ്ദങ്ങളെയും അതിജീവിച്ചുകൊണ്ട്, നമ്മുടെ ബോധ മനസ്സ് കൊടുക്കുന്ന നിർദ്ദേശമനുസരിച്ചുകൊണ്ട് നമ്മുടെ ഉപബോധ മനസ്സിനെ കൃത്യമായി പ്രവർത്തിപ്പിക്കുവാൻ ഏതൊരാൾക്കും കഴിയുമെന്നുള്ളതാണ് ആക്സസ് കോൺഷ്യസ്നെസ്സിലൂടെ നിങ്ങളെ പരിശീലിപ്പിക്കുന്നത്. ഈ ആക്സസ് കോൺഷ്യസ്നെസ്സിലെ 32 പോയിന്റുകൾ, നമ്മുടെ എല്ലാവരുടെയും തലച്ചോറിലുള്ള ഈ 32 പ്രധാനപ്പെട്ട മർമ്മ പോയിന്റുകൾ റൺ ചെയ്യുന്നതോടുകൂടി കൃത്യമായി സമൂഹത്തിലെ നമുക്ക് നമ്മളെ തന്നെ നിയന്ത്രിക്കുവാനും നമുക്ക് നമ്മളെ തന്നെ മുന്നോട്ട് നിയന്ത്രിച്ചു കൊണ്ടുപോകാനും കഴിയുന്ന ഒരു അവബോധം, ഒരു അവയർനെസ് ലഭിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂളാണ് ആക്സസ് കോൺഷ്യസ്നെസ്സിന്റെ ഈ തെറാപ്പി ടെക്നിക്കുകൾ. ഈ തെറാപ്പി ടെക്നിക്കുകൾ നിങ്ങൾ പരിശീലിക്കുന്നതോടുകൂടി ഒട്ടനവധി കാര്യങ്ങൾ നേടുവാനും ജീവിതത്തിന് തടസ്സമായി നിൽക്കുന്ന ബാഹ്യമായ ഇടപെടലുകളിൽ നിന്നെല്ലാം തന്നെ വിമുക്തി നേടിക്കൊണ്ട് ഒരു പ്രകാശപൂരിതമായ ജീവിതം നയിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്.